വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം പീരീഡ്? ട്രാൻസിഷൻ പീരീഡ് ആണ് ഫ്രം pregnant woman to a mother. പോസ്റ്റ്മോർട്ടം അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? എത്രത്തോളം എനിക്ക് ഇവരുടെ അടുത്ത് എത്താൻ പറ്റുമോ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു. So though it is a period of joy, happiness to receive a new child, അതോടൊപ്പം തന്നെ കുറച്ച് സ്ട്രെസ്സും ഉണ്ട്. ഷോ ഇതെന്താ ഞാൻ ഇങ്ങനെ, why am I crying, why am I so sensitive? എല്ലാം ഈശോയ്ക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം പീരീഡ് ഒരു ജോയ്ഫുൾ പീരീഡായി മാറുകയാണ്. ഇന്ന് നമ്മളുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ഷേർലി ചേച്ചിയും ജോബി ചേട്ടനും അനു ചേച്ചിയുമാണ്. ജോബി ചേട്ടൻ ഒരു കോളേജ് അധ്യാപകനാണ്, അനു ചേച്ചി ഒരു പീഡിയാട്രിക് നഴ്സാണ്. ഇവർ കോട്ടയത്തു നിന്നാണ് വരുന്നത്. അതുപോലെ ഷേർലി ചേച്ചി കോട്ടയത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. ഇവർക്ക് ആറ് മക്കളാണുള്ളത്. ഒപ്പം ചേച്ചി ഒരു സൈക്കാട്രിക് നഴ്സും കൂടെയാണ്. സോ വെൽക്കം ചേച്ചി, വെൽക്കം ചേട്ടാ. ശരിക്കും ഈ ഒരു പീരീഡ് ആദ്യം തന്നെ എന്താണ് ഇത്? പലർക്കും ഒരു അറിയാത്തൊരു ടേം ആയിരിക്കാം, ചിലവർക്ക് ഒരു പക്ഷേ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ടേം ആയിരിക്കാം. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം പീരീഡ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ വാട്ട് ഇസ് ഇറ്റ്? പോസ്റ്റ്മോർട്ടം മേ ബി ചേച്ചിക്കായിരിക്കും കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറ്റും, ഒന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു 6 വീക്സിലേക്കുള്ള ഓൾമോസ്റ്റ് 42 to 45 ഡേയ്സ് ഉള്ള ആ ഒരു പീരീഡിനാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതൽ ടിൽ ഡെലിവറി വരെ കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് 9 months. അതെല്ലാം ഗോയിങ് ബാക്ക് ടു ദ നോർമൽ, ആ ഒരു പീരീഡാണ് പോസ്റ്റ്മോർട്ടം പീരീഡ്. സോ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള 6 വീക്സ് തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ് എടുക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു അമ്മയ്ക്ക് ഉണ്ടാവുക, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുമ്പം ശരിക്കും ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഫ്രം pregnant woman to a mother. ഇപ്പോൾ പലർക്കും ഫസ്റ്റ് പ്രഗ്നൻസിക്കൊക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ബിഗ് ട്രാൻസിഷൻ. സെക്കൻഡ് തേർഡ് ഒക്കെ ആകുമ്പം കുറച്ചുകൂടെ നമ്മൾ യൂസ്ഡ് ആണ്. പിന്നെ ഫസ്റ്റ് അവിടെ ഉണ്ടാകുന്ന ഒത്തിരി ബോഡിലി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ഹാർമോണൽ ചേഞ്ചസ് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കുറേ ഹാർമോൺസ് വിച്ച് വാസ് വെരി ഹൈ ഡ്യൂറിങ് പ്രഗ്നൻസി അതെല്ലാം താഴും, വിച്ച് വാസ് ലോ ഡ്യൂറിങ് പ്രഗ്നൻസി വിൽ ഇൻക്രീസ്. അങ്ങനെ കുറേ ഹാർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സോ ദോ ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് ജോയ്, ഹാപ്പിനെസ് ടു റിസീവ് എ ന്യൂ ചൈൽഡ്, അതോടൊപ്പം തന്നെ കുറച്ച് സ്ട്രെസ്സും ഉണ്ട്. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, സ്ട്രെസ് ഉണ്ട്. ചില ചിലർക്ക് ചിലപ്പം ദേ ഫീൽ ലോ, ദേ ഫീൽ എന്നാ പറയുന്നത്, ചിലപ്പം ക്രൈങ് ടെൻഡൻസീസ് ഉണ്ടാകാറുണ്ട്, ഇമോഷണൽ ഇംബാലൻസ് ആ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസ്, ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഒരു അമ്മയുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു പീരീഡാണ് ഈ പോസ്റ്റ്മോർട്ടം. എങ്ങനെയാണ് ഈ ഒരു പീരീഡിനെ ചേച്ചിയുടെ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു, ഹൗ ഡിഡ് യു ഹാൻഡിൽ ദാറ്റ്? യെസ്, എൻ്റെ ഇപ്പോഴത്തെ തേർഡ് ബേബിയുടെ കാര്യം തന്നെ പറഞ്ഞ് തുടങ്ങാം. ആക്ച്വലി ഫസ്റ്റ് ടൈം കുറച്ചും കൂടി പറയുകയാണെങ്കിൽ സ്ട്രഗിൾ, പക്ഷേ ദിസ് ടൈമാണ് കൂടുതൽ ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഹെൽപ്പ്. ബിക്കോസ് ഇത് എന്നെ സംബന്ധിച്ച് പൗലോസ്ലീഹ പറയുന്ന ഒരു വചനമുണ്ട്, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുന്നത് എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. അപ്പോൾ ഇത് ശരിക്കും ഈശോയിൽ ഞാൻ ടേക്കപ്പ് ചെയ്ത ജോബാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഗ്രേസും ഈശോ തന്നിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ മാരേജിൽ തന്നെ നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു ഗ്രേസ് ആണിത്, കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ലൈക്ക് നമുക്കൊന്നും അറിയത്തില്ല, ബട്ട് സ്റ്റിൽ. പക്ഷേ ഇത്തവണ പ്രത്യേകം ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യമാണ്, എനിക്ക് മൂത്ത കുഞ്ഞിനെ പഠിപ്പിക്കാൻ എനിക്ക് 3 ബോയ്സ് ആണ്. അപ്പം ഫസ്റ്റ് ബേബിനെ പഠിപ്പിക്കാനുണ്ട്, രണ്ടാമത്തെ ആളുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ കളിക്കുടുക്കയുടെ കഥകൾ വായിക്കാനുണ്ട്, പിന്നെ പ്ലസ് ഈ ബേബി. എസ്പെഷ്യലി ഇവിടുന്ന് ഏർലി ഡേയ്സ് തുടങ്ങി തന്നെ ഈശോ ഇതിനോട് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു, ബേബിയും അഡ്ജസ്റ്റ് ചെയ്തു. ആൻഡ് ഞാൻ ഓർക്കുന്നു ഫീഡിങ് ടൈമിലൊക്കെ ഡെലിബറേറ്റ് ഒരു എഫേർട്ട് ഇട്ടിട്ടല്ല, ബട്ട് ഇങ്ങനെ ഒരു പാട്ടുകൾ ചുമ്മാ ഡിവോഷണൽ സോങ്സ് മനസ്സിൽ വരും, നാഥ നീ കൂടെ ഉണ്ടാകണേ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ. പക്ഷേ ആ പാട്ടുകളെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ഓട്ടോമാറ്റിക് ഇതൊരു ബേർഡന് പകരം ഈ ഒരു നഴ്സിംഗ് ഉൾപ്പെടെ, നഴ്സിംഗ് ബേബിനെ ഹാൻഡിൽ ചെയ്യുന്ന, ബേബിനെ കഡിൽ ചെയ്യുന്നത്, നമ്മുടെ റോൾസ് എന്തൊക്കെയാണോ നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അതെല്ലാം നാച്ചുറലായിട്ട് ചെയ്യാനുള്ള ഒരു
ഒരു ഋതം തമ്പുരാൻ തരുന്നു. മൈ ഗ്രേസ് ഇസ് ഓൾ യു നീഡ്, ദാറ്റ്സ് വാട്ട്. ഓക്കെ, ഈ ഒരു പീരീഡിൽ ശരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് വേണ്ട ഒരു ടൈമും കൂടെ ആയിരിക്കും. നമ്മൾ ആകെ ഇമോഷണലി തളർന്നിരിക്കുന്ന ടൈമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമായിരിക്കാം. ചേട്ടൻ എങ്ങനെയായിരുന്നു ചേച്ചീനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യുമോ? നമ്മൾ ഇതിന് മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ ഇതുപോലൊരു സാഹചര്യം, അതായത് നമ്മൾ ഇരുന്നപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തൊരു മേഖലയുണ്ട്. ഇപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണ്. ഈ വിളി തന്ന ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ അതിനുശേഷമുള്ള ജീവിതത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ കൃപയും ആ വിവാഹത്തിലൂടെ തരുന്നുണ്ട്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞുണ്ടായ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലേ ആദ്യത്തെ നമുക്ക് കുഞ്ഞ് പറക്കുന്നു, നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ കുഞ്ഞുണ്ടായി അതോടുകൂടി എല്ലാം കഴിഞ്ഞു. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. അവിടുന്ന് തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ അവിടെ മുതലങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഓരോന്നും നേരിടാനായിട്ട് ദൈവം കൃപ തന്നിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പോൾ ആ കൃപ നമ്മൾ നിർവഹിക്കുകയേ വേണ്ടു. അത് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മൂന്നാമത്തെ ബേബി ഉണ്ടായതിനെ പറ്റി ആ ഒരു സാഹചര്യത്തെ പറ്റി അനു പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നതാണ് ചേർന്ന് നിൽക്കുക, ഇവരോട് ചേർന്ന്. അപ്പോൾ അനുവിനോടും കുഞ്ഞിനോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചേർന്ന് നിൽക്കാനായിട്ട് ഞാൻ പഠിച്ചത് എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ തിരുക്കുടുംബം തന്നെയാണ്. ആ തിരുക്കുടുംബത്തിൽ യേശു പിതാവും മാതാവും ഈശോയും കൂടെ ചേർന്നു. അപ്പോഴാണ് തിരുക്കുടുംബമായത്. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഒരു തലത്തിലേക്ക് നമ്മളെ ദൈവം ഉയർത്തുകയാണ്. നേരെ നമുക്ക് തിരുക്കുടുംബത്തിലേക്ക് നോക്കി ശക്തി ആർജിക്കാം. അപ്പോൾ ഓർത്ത് നോക്കണം, നമ്മുടെ യേശു പിതാവിനെ ഓർത്ത് നോക്കണം. അദ്ദേഹം വളരെ യങ്ങായിരുന്നു. അത്രയും യങ്ങായിട്ടുള്ള ഒരു സ്റ്റേജിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തേരമാണ്. ധാരാളം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. വളരെ സൗമ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി മാതാവിനോട് ചേർന്ന് നിന്ന് ഉണ്ണീശയെ വളർത്തുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം എത്രയോ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. അതാണ് എനിക്ക് തന്നൊരു പ്രേരണ, ശരിക്കും ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കുഞ്ഞുങ്ങളുണ്ടായ സമയത്തും ഞങ്ങളൊട്ട് ഫ്രീ ഒന്നുമല്ലായിരുന്നു. വളരെ തിരക്കേറിയ ഒരു ലൈഫ് സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവനുണ്ടായ സമയത്താണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും PhD ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. അനുവിൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ തീസിസിൻ്റെ സബ്മിഷൻ്റെ സ്റ്റേജിൽ നിൽക്കുകയാണ്. ത്രൂ ഔട്ട് വർക്ക്. അതിൻ്റെ കൂടെ എനിക്ക് കോളേജിലും പോകണം, കോളേജിൽ ജോലികളുമുണ്ട്. അപ്പോൾ PhD സബ്മിറ്റുമായി ബന്ധപ്പെട്ട രാത്രിയും പകലുമുള്ള വർക്ക്. അതിനിടയ്ക്ക് വേണം അനുവിൻ്റെ കൂട്ടത്തിലും കുഞ്ഞിൻ്റെ കൂട്ടത്തിലും നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം എനിക്ക് ഇവരുടെ അടുത്ത് എത്താൻ പറ്റുമോ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു. പ്രത്യേകിച്ച് രാത്രി സമയത്ത് കുഞ്ഞ് ഉറങ്ങാതെ വരുമ്പോഴേക്ക്. അപ്പോൾ നമ്മൾ വേണ്ടത് കുഞ്ഞിനെ ഒന്ന് എടുക്കുക. അപ്പം അനു വളരെ മടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് എടുക്കുക, ഒന്ന് കൊണ്ടു നടക്കുക, ഒരു പാട്ടൊക്കെ പാടി, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ വലിയൊരു റിലീഫാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അനുവിൻ്റെ മടുപ്പൊന്ന് മാറി കുഞ്ഞിനെ അവൾക്ക് തന്നെ എടുക്കാനും കുഞ്ഞിനെ ഉറക്കാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പം ഞാൻ പറയുന്നതാണ്, നമ്മൾ ചേർന്ന് നിൽക്കുക. ഒരു കുടുംബമായ ദൈവം നമ്മളെ ഉയർത്തിയോ കുടുംബത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കുക. ഏറ്റവും സന്തോഷകരമായിട്ട് പോകും. പ്രത്യേകിച്ചും ഈ ഒരു പോസ്റ്റ് പാർട്ടം സിറ്റുവേഷനിലും അത് തന്നെയാണ്. നമുക്ക് അതിനെ വളരെ തന്മയത്വത്തോടുകൂടി അതിനെ നേരിടാനുള്ള എല്ലാ കൃപയും ദൈവം തന്നിട്ടുണ്ട്. അതിനുള്ളൊരു വിളിയല്ലേ വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് നിർവഹിക്കുക. അതാണ് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ നേരിടാനുള്ള ഒരു വഴി. ആക്ച്വലി ഇപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഇപ്പൊ ശരിക്കും ഇപ്പൊ ചേട്ടന് അവൈലബിൾ ആവാൻ പറ്റിയായിരുന്നു ചേച്ചിയുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ഇപ്പോൾ ഈ യങ് കപ്പിൾസ് ഇപ്പോൾ പുറത്ത് ഒറ്റയ്ക്കായിട്ടുള്ളത്, അത് ഇപ്പോൾ അബ്രോഡ് വർക്കിൻ്റെ ഇതായിട്ട് രണ്ടുപേരും മാത്രമായിട്ടുള്ള സിറ്റുവേഷനിൽ ഹസ്ബൻഡിന് വർക്ക് ചെയ്യാൻ പോകേണ്ട സിറ്റുവേഷൻ, അങ്ങനെ ഒറ്റപ്പെട്ട് ഉള്ള ആ ഒരു ടൈമിലുള്ള പോസ്റ്റ്മോർട്ടം അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഒരു ഗൈഡൻസ് ഒന്ന് തരാൻ പറ്റുമോ? ശരിക്കും നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ 2 തരത്തിലാണ് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇൻഡിവിജ്വലി ഇഫ് ഐ ആം കേപ്പബിൾ ഇനഫ് എന്ന് വെച്ചാൽ യുവർ കേപ്പബിലിറ്റി കംസ് ഫ്രം ഗോഡ് അല്ലേ. ഞാൻ ഈശോയോട് ചേർന്ന് നിന്ന് എനിക്ക് ഐ ആം മോർ സ്ട്രോങ്. അപ്പോൾ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 1. 2, വി നീഡ് സപ്പോർട്ട്. അപ്പോൾ ഹസ്ബൻഡിനെയാണ് ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടത്. സപ്പോസ് ഹസ്ബൻഡിന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഹി ഹാസ് വർക്ക്, രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ജോലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമുക്ക് സോഷ്യൽ സപ്പോർട്ട് നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. അപ്പം എൻ്റെ ഓരോ നോട്ട് ഓൾ ഡെലിവറീസ്, കുറച്ച് ഡെലിവറീസിനൊക്കെ ഹസ്ബൻഡിൻ്റെ നല്ല സ്ട്രെസ്ഫുൾ ജോബായിരുന്നു. HR മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പം 1 സെക്കൻഡ് പോലും ഫോണിൽ നിന്ന് താഴെ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. സോ ഐ കാണ്ട് എക്സ്പെക്ട് ഹിം ടു ഡു നൈറ്റിൽ
ഓർക്ക കളിച്ച് പിറ്റേ ദിവസം യാസ്റ്റു. അപ്പോൾ അവിടെയൊക്കെ ജോസി ചെയ്ത ഒരു കാര്യം എൻ്റെ മമ്മീനെ വരുത്തിച്ചു. അപ്പോൾ മമ്മി എനിക്കൊരു വലിയൊരു സപ്പോർട്ടായി. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അടുക്കള കാര്യങ്ങളും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ഒരു മെയ്ഡിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വലിയ പിള്ളേരെ അവരുടെ കാര്യങ്ങളൊക്കെ ജോസി വരുമ്പം ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഇറ്റ് വാസ് ഈസി ടു മാനേജ്. ദോ വി ഹാവ് സ്ട്രെസ്, ഇഫ് യു ഹാവ് സപ്പോർട്ട് ഇറ്റ്സ് ഈസി. സോ നീഡ് നോട്ട് ബി ഫ്രം ഓൾവേസ് ഓൾ അറൗണ്ട്. നമ്മളിൽ തന്നെ ഒരു ശക്തി പലപ്പോഴും എപ്പോഴും കിട്ടത്തില്ല. No one is there, it's always easier to depend on God. ബിക്കോസ് മെനി ടൈംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരുമ്പോഴും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും ഒക്കെ ഞാൻ ഈശോ ഇതെന്താ ഞാൻ ഇങ്ങനെ, വൈ ആം ഐ ക്രൈങ്, വൈ ആം ഐ സോ സെൻസിറ്റീവ്, വാട്ട്സ് ഹാപ്പനിങ് ടു മീ. അപ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെ അല്ല. ബട്ട് ഇത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ഇഫ് യു ഫീൽ ലോ or you cry, it's not because you're weak or your personality problem. അത് അവിടുത്തെ ആ ഇമോഷണൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈശോയോട് ഇങ്ങനെ പറയും, ഈശോ ഇതെന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ഒത്തിരി ഈശോയുടെ അടുത്ത് നിന്ന് ഒരു സപ്പോർട്ട് കിട്ടി. വേറെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് മുൻകൂട്ടി തന്നെ ഹസ്ബൻഡിനോട് ഇത് പറയുക. ബിക്കോസ് ദേ മൈറ്റ് നോട്ട് നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ ഞാൻ നേരത്തെ തന്നെ ഹസ്ബൻഡിനോട് മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ പറയും, ഈ പീരീഡിൽ ചിലപ്പോൾ ഞാൻ കരയും, സെൻസിറ്റീവ് ആവും, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. സോ അല്ലെങ്കിൽ എന്നാ പറ്റും, ഇത് മതി ഒരു വേറെ ഒരു കോൺഫ്ലിക്റ്റിന് പോവാൻ, ഓർ ഹി വിൽ തിങ്ക്. ആക്ച്വലി ഇപ്പൊ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ഈ 6 weeks ആണ് ഞാൻ എടുത്തു ചോദിച്ചത്. കാരണം ഞങ്ങളുടെ ഇപ്പൊ ജസ്റ്റ് ആ 6 weeks എൻഡ് ചെയ്ത ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫസ്റ്റ് പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിരുന്നു സെക്കൻഡിലും. അപ്പോൾ ഫസ്റ്റിൽ ഞാനിതൊക്കെ ആദ്യം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. സെക്കൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു, ചേച്ചി പറഞ്ഞ പോലെ യു ക്യാൻ എക്സ്പെക്ട് ദിസ് ഫ്രം മീ, ഓക്കെ, സോ ബി പ്രിപ്പയർഡ്. അതെ, സോ ദിസ് വാസ് മോർ ഹാപ്പിയോ, യുനോ. ഇത് ഇത്രയും കൂടെ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നത് എനിക്ക് ഈ ഒരു ടൈമിൽ ഡെലിവറി കഴിഞ്ഞ് സൂൺ വി ഹാഡ് ഹിറ്റ് ദാറ്റ് കോവിഡിൻ്റെ ഒരു ചെറിയൊരു ഹിറ്റ് ഞങ്ങളുടെ പോസ്റ്റ്മോർട്ടം വന്നാൽ. എൻ്റെ പോസ്റ്റ്മോർട്ടം കോവിഡ് വരും. അതുകൊണ്ട് ബേബിയായിട്ട് എനിക്കധികം ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ദാറ്റ് വാസ് ദ മോസ്റ്റ് പെയിൻഫുൾ തിങ് ഞാൻ ആ സമയത്ത് എടുത്തത്. പക്ഷേ ഗോഡ് വാസ് അലൗവിങ്. ആ സമയത്ത് ദൈവം അത് അനുവദിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കൂടുതൽ അതായത് വേറൊരു കൺസേൺ ഇതിൻ്റെ ഇടയിൽ വന്നത് പല അമ്മമാരും ഒന്ന് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് മാവന്മാരൊക്കെ എന്തായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ബോണ്ടിങ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു എന്താ പറയുക പാല് കൊടുക്കുന്ന ഒരു മെഷീൻ മാത്രമാണ്, അങ്ങനെയൊക്കെ കുറേ അമ്മമാർ പറയുന്നുണ്ട്. എനിക്കൊരു ബോണ്ടിങ് കിട്ടുന്നില്ല, അത് എൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ചോദിക്കുന്ന ഒരു ക്വയറീസാണ്. അവരോടൊക്കെ എന്തായിരിക്കും ഈ ഒരു ടൈം, അല്ലെ ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് അവരുടെ തോന്നലുകളാണോ, ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ട് തോന്നുന്നതാണോ? കെൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് അതിൻ്റെ ഒരു കൂടുതൽ? നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പം നാച്ചുറലി ഈവൻ എനി അതർ ടൈം വെൻ ഐ എം സ്ട്രെസ്ഡ് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ എൻ്റെ മക്കളിലേക്ക് ഇറക്കുന്നത്. എനിക്ക് അവർ അടുത്ത് ഉമ്മ തരാൻ വരുമ്പോൾ പോലും ഞാൻ ഒരു തടി മാറ്റും. ബിക്കോസ് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്, ഞാൻ ഭയങ്കര ഇമോഷണലി അൺസ്റ്റേബിളാണ്. സോ പക്ഷേ അവിടെയൊക്കെ നമുക്ക് ശരിക്കും പ്രയോറിറ്റി സെറ്റിംഗ് ചെയ്യാം. എൻ്റെ കുഞ്ഞാണ് പ്രയോറിറ്റി, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ വി മേക്ക് ഇറ്റ് സച്ച് എ വേ ദാറ്റ് ഐ അവൈലബിൾ ഫോർ ദ ചൈൽഡ്, ഐ എം റിലാക്സ്ഡ്. എൻ്റെ റിലാക്സേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അവിടെ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. ഐ ഷുഡ് ലവ് മൈ സെൽഫ്, ഐ ഷുഡ് ആക്സെപ്റ്റ് മൈ സെൽഫ്. അപ്പം എനിക്കിത് ഇച്ചിരി ഈസിയാണ്. അപ്പം പിന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു കാത്തിരുന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റിനെ സ്വീകരിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ദാറ്റ് ഈസ്, അപ്പം ദാറ്റ് മേക്സ് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. സോ ആക്ച്വലി പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട്സ് ഫ്രോം ദി ബിഗിനിങ് ഇറ്റ് സെൽഫ്. ആദ്യം മുതലേ ഞാൻ ആഗ്രഹിച്ച ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു, കിട്ടി. ആ കുഞ്ഞിനെ ഞാൻ എന്ത് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. Even though there are struggles, but that doesn't come when you see the joy. Joy is ultimately giving. നമ്മൾ പോസ്റ്റ്മോർട്ടം സപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം പീരീഡ് എൻജോയ് ചെയ്യുന്നതെന്ന് പറയുമ്പം എനിക്കൊന്ന് ഈ പ്രഗ്നൻസി ആസച്ച് ആ സപ്പോർട്ടും ആ പ്രഗ്നൻസി എൻജോയ് ചെയ്യുക ടുഗെദർ. ലൈക്ക് വി ആർ പ്രഗ്നൻറ്റ് നമ്മൾ പറയുന്ന പോലെ, അപ്പോൾ വി ആർ പേരൻസ് ആണ് ഇപ്പോൾ. ലൈക്ക് അപ്പം ശരിക്കും ഇപ്പം ശൈലജ പറഞ്ഞോണ്ട് ആഡ് ചെയ്ത് പറയുമ്പോൾ പ്രഗ്നൻസിയിൽ എല്ലാ ഫോക്കസും അറ്റൻഷനും ഈ പ്രഗ്നൻറ്റ് അമ്മയുടെ മേലാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി അമ്മ തന്നെ വേണമെങ്കിൽ ഓർക്കാം, ഇപ്പം എനിക്കൊന്നും ഒരു റോളും ഇല്ല, കുഞ്ഞിനെ എല്ലാവരും നോക്കുന്നത്. പക്ഷെ അപ്പോൾ ഫാമിലിക്കും ഹസ്ബൻഡിനും ഒക്കെ ഒരു ടുഗെദർ ആയിട്ട് അമ്മയും കുഞ്ഞും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിക്ക് ഒരു ഫോക്കസ്
പർപ്പസ് ഓഫ് അറ്റൻഷൻ പോലും കൊടുക്കാം. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് പോലും ഈ വേണമെങ്കിൽ ഈ ബ്ലൂസിനെ ഒക്കെ എടുക്കാം. ബിക്കോസ് എസ്പെഷ്യലി യങ് അമ്മമാർ, ഫസ്റ്റ് ടൈം അമ്മമാർ. പിന്നെ മനു പറഞ്ഞ വേറൊരു കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നോട്ട് ഓൺലി വെൻ നോ വൺ ഈസ് അറൌണ്ട്, എവറി ടൈം ഓൾവേസ് ഗോഡ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ആൻഡ് ഈ ഹസ്ബൻഡിന്റെ സപ്പോർട്ടും ഈശോയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ നമ്മൾ വറീഡ് ആണെന്ന് പറയുമ്പോൾ ഈശോ ആണ് നമ്മുടെ ചുറ്റുമുള്ളവരെ സെൻസിറ്റീവ് ആക്കുന്നത്. ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. പിന്നെ എനിക്കൊന്നു നമുക്കിപ്പോൾ ഡൗൺ ആയിട്ട് തോന്നുവാണ്, നമുക്കിപ്പോൾ ഒന്ന് കിടക്കണം, ഇപ്പോൾ ബേബി നമ്മുടെ കൂടെ, നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. നമ്മളെന്തിനാ ഈഗോയിസ്റ്റിക് ആവുന്നത്? ഇപ്പം നമ്മുടെ കൂടെ അമ്മയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോട് മീൻസ് ഒരു ഹാഫ് ആൻ അവർ എനിക്ക് ഭയങ്കര ഉറക്കം വരുമോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത്തവണ ബേബിയുടെ, പ്രത്യേകിച്ച് ഞാൻ ഉറക്കമാണ്. ചിലപ്പോൾ നമ്മൾ പകലൊക്കെ ബേബിനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി നമ്മൾ ഉറക്കം, ബാക്കി എല്ലാവരും ഉറങ്ങുവാണ്, നമ്മൾ ചിലപ്പോൾ 1-2 പ്രാവശ്യം ഫീഡ് ചെയ്യാൻ എണീറ്റായിരിക്കും, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഏർലി ഡേയ്സ്. അപ്പോൾ നമ്മൾ പകൽ നമുക്ക് ഉറക്കം വരും. പക്ഷേ ദാറ്റ് ഈസ് ക്വയറ്റ് നോർമൽ. ബേബി ഫുള്ളാണ്, ടമ്മി ഫുള്ളാണ്, ബേബി 2 മണിക്കൂർ ഉറങ്ങും, നമുക്ക് ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, ഞാനപ്പോൾ ഉറങ്ങും. അപ്പം ഞാൻ അങ്ങനെ ഉറങ്ങാം. അപ്പം ഹസ്ബൻഡിന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്, കാരണം ബേബി ഓൾറെഡി ഫുള്ളാണ്, ഒരു തരത്തിൽ ഫസി അല്ല. അപ്പം അവർ ഹാൻഡിൽ റെഡി ആകുമ്പോൾ നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൂളായിട്ട് ഞാൻ പ്രത്യേകം ഉറങ്ങുന്നു. ഇപ്പോൾ 3rd ബേബിയുടെ കേസിൽ ഒന്നും ഇല്ലാതെ റൂമിൽ അകത്ത് കയറി കുറ്റിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടാണ്. ബിക്കോസ് അങ്ങനെ ഇപ്പോൾ ചെല്ലിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ബേബിനെ ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വെൽബീയിങ് ഉണ്ടെങ്കിലേ ബേബിനെ വെൽബീയിങ് നമ്മൾ എൻഷുർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ വാവ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഞാൻ മാത്രമേ ടേക്ക് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു ഈഗോയിസ്റ്റിക് സാധനം ഒന്ന് മാറ്റി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഭയങ്കര ജോയ്ഫുൾ മൊമെന്റ് ആകും. നമ്മൾ പലപ്പോഴും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നോക്കിയാൽ ശരിയാവോ, ഹസ്ബൻഡ് നോക്കിയാൽ ശരിയാവോ, അമ്മ നോക്കിയാൽ ശരിയാവോ എന്നുള്ള ആ ഒരു തോട്ട് ഒന്ന് വിട്ട് എല്ലാം ഈശോയ്ക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ പോസ്റ്റ്മോർട്ടം പീരീഡ് ഒരു ജോയ്ഫുൾ പീരീഡ് ആയി മാറുകയാണ്. ഈവൻ നമ്മുടെ തേർഡ് ഇപ്പോഴത്തെ ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ എൽഡർ ബോയ്സ് അവർ നല്ല കൂളായിട്ട് ഇവനെ നോക്കും, അവരെടുത്തോണ്ട് നടക്കും. ലൈക്ക് നമുക്ക് ഇവൻ അവനിപ്പോൾ 9 ഇയർ ആയിരുന്നു, പക്ഷേ സ്റ്റിൽ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കുക. അവനെ ഒന്ന് എടുത്തോണ്ട് വരാനോ, അവനെ ഒന്ന് ലൈക്ക് തൊട്ടിയിൽ കിടന്ന് കരയുമ്പോൾ ഒന്ന് പാമ്പർ ചെയ്യാൻ നോക്കാൻ ശ്രമിക്കാൻ, ലൈക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുക. ട്രസ്റ്റിംഗ് ഗോഡ്, വി ആർ ട്രസ്റ്റിംഗ് അവർ ലൈക്ക് വാട്ട് എവർ ഹെൽപ്പ് അവൈലബിൾ. അതൊരു വേറെ ഒരു ഏരിയ ആണ്. നമുക്ക് നേരത്തെയുള്ള സിബ്ലിങ്സ് മീൻസ് അല്ലെങ്കിൽ എൽഡർ പിള്ളേരുള്ളപ്പോൾ അതൊരു സ്ട്രെസ്സാണ്. ഒരു കുഞ്ഞ് വരുമ്പോൾ അവരുടെ കാര്യം നോക്കണം, ഇവരുടെ കാര്യം നോക്കണം. അപ്പം ശരിക്കും കുറേ സിബ്ലിംഗ് റൈവൽറിയും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി എൽഡർ വൺസ് കുറച്ചുകൂടെ ടെമ്പർ ടാൻട്രമും കുറച്ചുകൂടെ അറ്റൻഷൻ സീക്കിങ് ഒക്കെ ആകുമ്പോൾ നമുക്കങ്ങ് ഇറിറ്റേഷൻ വരും. പക്ഷെ അവിടെയൊക്കെ ഇതും കൊച്ചിൻ്റെ ഗിഫ്റ്റാണ്. ഗോഡ് ഗേവ് ദിസ് ആസ് എ ഗിഫ്റ്റ് ടു യു, ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ടു യു. അപ്പം നിനക്കൊരു കളിക്കൂട്ടായിട്ട്, നിനക്കൊരു കമ്പാനിയനായിട്ട്, സോ ഹീ ഷുഡ് ഓൾവേസ് ഫീൽ ഓ ദിസ് ഇസ് മൈ ഗിഫ്റ്റ്, എനിക്ക് വേണ്ടി കിട്ടിയ ഒരു ഗിഫ്റ്റ്. അപ്പം കൊച്ചത് കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യും, ഇത് എൻ്റെ കുഞ്ഞാ എന്നുള്ള ഒരു. പിന്നെ മദേഴ്സ് ഓഫ് കോഴ്സ് ഇവരെ കൂടുതൽ ആ സമയത്ത് ഒന്ന് ഹഗ് ചെയ്യുക, മൂത്ത ആളെ ഒന്ന് കെയർ ചെയ്യുക. ഇത്രയും നാളെ ദേവത ക്വീൻ ആൻഡ് കിങ്. അപ്പം പെട്ടെന്ന് വേറെ ഒരാൾ വരുമ്പം അപ്പോൾ അവരെ ആ സെയിം കണ്ടിന്യൂ ചെയ്യണം കുറച്ച് നാളെങ്കിലും, ടിൽ ദേ ആർ ഏബിൾ ടു സേ ബോത്ത് ഓഫ് us together are. ഈ ഒരു പീരീഡിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു അപ്പൻ എന്നുള്ള നിലയിൽ ഈ ഒരു സാഹചര്യത്തെ നോക്കി കാണുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറയും നമ്മൾ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ കൊടുക്കാം കാര്യമുണ്ട്, ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ഇതാണ്. ഇപ്പം ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കരുതുന്ന ഇതാണ്, ഈ കുഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കണം. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് കുഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, കരയാൻ പാടില്ല എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർമ്മിക്കണം, കുഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അമ്മയും സന്തോഷത്തോടെ ഇരിക്കണം, അല്ലേ? അപ്പം നമുക്ക് അപ്പൻ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞും പ്രധാനപ്പെട്ടതാണ്, കുഞ്ഞിൻ്റെ അമ്മയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അമ്മയെ എത്രത്തോളം കംഫർട്ട് ആക്കാൻ പറ്റുമോ അതിനനുസരിച്ച് കുഞ്ഞിന് കംഫർട്ടബിൾ ആവാനായിട്ട് പറ്റും. കുഞ്ഞിൻ്റെ ചെറിയ നിസ്സാരമായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും തിരിച്ചറിയാനായിട്ട് അമ്മയ്ക്കും പറ്റും, അത് അപ്പനും പറ്റും. ഒരു പ്രത്യേകത. ഇപ്പം നമുക്കറിയാം, കരച്ചിലിൻ്റെ ഒരു ടോൺ മാറുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് കുഞ്ഞ് കരയുന്നത് എന്ന്. അപ്പോൾ ഉടനെ അമ്മയ്ക്ക് അത് നിർവഹിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, നമ്മളത് എടുത്താൽ മതി. ചിലപ്പോൾ കുഞ്ഞിനെ ഒന്ന് എടുത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ വെറുതെ പുറത്തുനിന്നും തട്ടി ഒന്ന് താലോചിച്ച് കൊണ്ട് നടന്നാൽ മതിയായിരിക്കും. അവനത് മതി. അപ്പോൾ അത് ആര് കൊടുക്കണം? അവിടെ അപ്പൻ അവിടെ അവൈലബിൾ ആണ്, അപ്പനത് കൊടുക്കണം. അപ്പം ആ ഒരു മനസ്സ് കാണിച്ചാൽ മതി. ആ ഒരു മനസ്സ് കാണിക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിന് ഒന്നടങ്കം വലിയൊരു ആനന്ദം ഉണ്ടാവും. അപ്പോൾ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ നമുക്ക് ആ ആനന്ദം അങ്ങ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പോസ്റ്റ് മോർട്ടം പീരീഡ് എന്ന് പറയുമ്പോഴേക്ക് ഇതൊരു ആനന്ദകരമായ ഒരു സാഹചര്യം വീട്ടിൽ സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഈ നമ്മൾ ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന്
ഇത് ശ്രമിക്കുകയാണെങ്കിൽ. അതെ അപ്പോൾ വളരെ സന്തോഷകരമായിട്ടൊരു സാഹചര്യമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു ആനന്ദം ഇങ്ങനെ കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ട് വരിക. ഒന്നാമത്തെ ബേബിയിൽ നിന്ന് രണ്ടാമത്തെ ബേബിയിലേക്ക് വന്ന് മൂന്നാമത്തെ ബേബിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് നമുക്ക് തന്നെ അങ്ങ് അനുഭവിക്കാൻ പറ്റുകയാണ്. ശരിക്കും പോസ്റ്റ്മോർട്ടം എന്നുള്ള ആ ഒരു വേർഡ് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ വേർഡായിട്ടാണ് ഫീൽ ചെയ്ത് വെച്ചത്. ശരിക്കും ഇന്നത്തെ ഈ ഒരു ഷെയറിംഗിൽ ഭയങ്കര ഒരു ഡിഫറെന്റ് ആംഗിളാണ്. അതെ ശരിക്കും ഇതിന്റെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ പലപ്പോഴും പലർക്കും ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ് കോമൺലി ഷെയർ ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ടെന്നൊക്കെ. ഇത്രയും ഒരു ബോണ്ടിങ് പവർ ഉള്ള ഒരു പീരീഡ് ആണെന്നുള്ളത് അതെ ശരിക്കും ഒരു ഫാമിലി ഓൾ ടുഗെദർ. എനിക്ക് പറഞ്ഞാൽ ഞാൻ പുറകോട്ട് ഓർക്കുമ്പോൾ എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം പീരീഡ് ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പീരീഡ്. ബിക്കോസ് ഐ ഗോട്ട് ദ മോസ്റ്റ് റെസ്റ്റ്. എന്നെ കെയർ ചെയ്യാനും ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് ആ പീരീഡ് ഓർക്കുമ്പം. അതെ ഓക്കെ. സോ എന്താണേലും മൊത്തത്തിൽ ഒരുപാട് കുറേ നല്ല നല്ല ഇൻസൈറ്റ്സും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആസ് എ ന്യൂ കപ്പിൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ഫേസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കും ഒരുപാട് നല്ല നല്ല ഇൻസൈറ്റ്സ് ഒക്കെ നിങ്ങളുടെ നിന്ന് കിട്ടി. ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് ശരിക്കും റിയലി ഇൻസ്പയറിംഗ് ആണ്. എന്താണ് ഇത് കാണുന്ന ഞങ്ങളെപ്പോലെ തന്നെ ഇത് കാണുന്ന ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ പോസ്റ്റ്മോർട്ടം ഈ കടന്നു പോകുന്ന എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും ഇത് ട്രൂലി ഒരു ഇൻസ്പയറിംഗ് എപ്പിസോഡ് തന്നെ ആയിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹനിധിയായ തമ്പുരാനെ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ക്രിയേറ്റേഴ്സായിട്ട് ചൂസ് ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ആ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങളെയും കൂടെ പങ്കാളികളാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇത് കാണുന്ന ഓരോ വ്യക്തികളും, ഈ എപ്പിസോഡ് കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവമേ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വലിയൊരു കൃപയെ മനസ്സിലാക്കുവാനും, ഈശോയെ ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നും അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണെന്നും അറിയാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ ഒരമ്മയ്ക്കും അപ്പനും പലതരത്തിലെ സ്ട്രെസ്സസ് ഉണ്ടാകാറുണ്ട്. ഫിസിക്കലിയും ഫൈനാൻഷ്യലിയും പല രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഈശോയെ, പലപ്പോഴും ഈ ഒരു സ്ട്രെസ്സ് കാരണം തന്നെ ഉടനെ കുഞ്ഞിനെ വേണ്ടാന്ന് പോലും പലരും വയ്ക്കാറുണ്ട്. ഈശോനാഥ, എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങൊരു കുഞ്ഞിനെ നൽകിയാൽ അതിനെ നോക്കാനുള്ള കൃപയും അതിന് വേണ്ടതെല്ലാം അങ്ങ് ഒരു പാക്കേജായിട്ടാണല്ലോ ഞങ്ങളിലേക്ക് കുഞ്ഞിൻ്റെ കൂടെ തരുന്നത്. ഈശോയെ, ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസവും ആ ഒരു ബോധ്യവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം പോസ്റ്റ്മോർട്ടം പീരീഡിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ കുടുംബത്തെ സമർപ്പിക്കുന്നു. യേശുവെ, ഏറ്റവും ബ്യൂട്ടിഫുള്ളാക്കി മാറ്റണമേ. ആ കുഞ്ഞും അമ്മയും ആ ഫാമിലിയുടെ ബോണ്ടിനെ അങ്ങ് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സമയമാക്കി മാറ്റണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവമേ, ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് നന്നായിട്ട് എനിക്ക് എൻ്റെ പോസ്റ്റ്മോർട്ടം പീരീഡ് ചിലവാക്കാൻ പറ്റിയില്ല എന്ന് ഓർക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്നലകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന അങ്ങേക്ക് അവരുടെ ഇന്നലകളിലേക്ക് കടന്നു ചെല്ലണമേ. അവിടെ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവർക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ലൈഫിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമേ. ഓരോ കുഞ്ഞും ഓരോ അപ്പനും ഓരോ അമ്മയും ദൈവമേ തിരുക്കുടുംബം പോലെ ആക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വളരെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡായിരുന്നു നമ്മളുടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം എപ്പിസോഡ് എന്ന് പറയുന്നത്, അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വയറീസോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രെയർ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484295580 അല്ലെങ്കിൽ ഡ്രോപ്പ് യുവർ മെയിൽ at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ.